ഹായ് ഫ്രണ്ട്സ്, GA's യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓൾ ഇൻ വൺ പി സി ആണ്. HP ഒരു ഓൾ ഇൻ വൺ PC കസ്റ്റമർ സർവീസിനായി തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. ഓൾ ഇൻ വൺ PC എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മോണിറ്ററിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ പുറകിൽ ബാക്കിയുള്ള യൂണിറ്റുകളെല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായുള്ള വീഡിയോ ഇന്ന് കാണാം. അത് പൊളിക്കുന്നതും അതിനകത്തുള്ള കംപ്ലൈൻറ്റും നമ്മൾ ഇതുവരെ പൊളിച്ചിട്ടില്ല. അതായത് ഇപ്പം ജസ്റ്റ് പവർ ഓൺ ചെയ്യുമ്പം ഒരു വൈറ്റ് ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. പക്ഷേ പിന്നെ അതിനകത്ത് ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾ ബാക്ക് പാനൽ ഇളക്കിയത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പുറകിൽ നമ്മുടെ മദർ ബോർഡ് കാണാം, പ്രോസസ്സർ ഇവിടെ കാണാം, അതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ഹാർഡ് ഡിസ്ക് ഇവിടെ ഇരിപ്പുണ്ട്, NVMe ഇവിടെ ഇരിപ്പുണ്ട്, റാം സ്ലോട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കാണിക്കാം. അതായത് അഡാപ്റ്റർ കണക്ട് ചെയ്ത് എന്താണ് ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ, അതാണ് അടുത്ത് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ അഡാപ്റ്റർ എന്ന് പറയുന്നത് HP ഒറിജിനൽ അഡാപ്റ്ററാണ്. അതിൻ്റെ ആംബിയറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മദർ ബോർഡിൽ ഒരു ഇൻഡിക്കേഷനുണ്ട്. ഇനി നമ്മുടെ പവർ സ്വിച്ച് ഇപ്പം കാണിക്കും. ഷബിനാണെന്നത് നോക്കി, നിങ്ങൾ കാണുന്നത് പോലെ ഇതാണ് പവർ. ഇത് ഇവിടെ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിക്കേഷൻ മാത്രം, വേറെ ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, അതായത് നമ്മുടെ ഇനിഷ്യൽ വോൾട്ടേജ് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ബാക്കി നമുക്ക് എന്താണ് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് റാൻഡമായിട്ട് വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൻ്റെ വോൾട്ടേജ് സ്റ്റേജാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ വോൾട്ടേജ് 19 ബോർഡിലേക്ക് വരുന്ന ആ എൻ്റർ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനാണ് ഇപ്പം ചെക്ക് ചെയ്യുന്നത്. 19 വോൾട്ട് അവിടെ വരുന്നുണ്ട്. അടുത്തതായിട്ട് ഈ 19 വോൾട്ടേജുകൾ എല്ലാ ഡിവിഷനുകളിലും, അതായത് ഓരോ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്തെടുക്കുന്ന ഡിവിഷനുകളിൽ എത്തുന്നുണ്ടോ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കാണാം, ഓരോ റെഗുലേറ്റ് ചെയ്തെടുക്കുന്ന വോൾട്ടേജുകളുടെ അവിടെ എല്ലാം 19 വോൾട്ട് എത്തുന്നുണ്ട്. ഇതാ കാണാമല്ലോ, എല്ലാം എത്തുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പം നമ്മുടെ ഫസ്റ്റ് ലെവലിൽ വോൾട്ടേജ് എല്ലാം എൻ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓൾറെഡി 19 വോൾട്ട് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇവിടെ പവർ ഓൺ ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഇത് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ബയോസ് ചിപ്പിലേക്ക് ഒരു 3.3 ഫസ്റ്റ് ഇനിഷ്യൽ വോൾട്ടേജ് വന്നിട്ടുണ്ടോ എന്നാണ് അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പോൾ ആ വോൾട്ടേജും ഓക്കെയാണ്, അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും എറർ ആയിട്ടാണോ, അതായത് ഫസ്റ്റത്തെ കുറേ പവർ ഗുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ചിപ്പ് ലെവലിലേക്ക് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിപ്പ് ലെവലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇത് കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ് എന്ന രീതിയിലോ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണം, ചിപ്പ് ലെവൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഇതിൻ്റെ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പർട്ടിക്കുലർ ഭാഗം പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രോസസ്സർ അഴിച്ചു മാറ്റുകയാണ്. പ്രോസസ്സറിൻ്റെ ആ ഒരു പവർ സ്റ്റേജ് ഷോർട്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. രണ്ടുമൂന്ന് കാര്യങ്ങൾ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ പ്രോസസ്സർ സ്റ്റേജിലൊരു ഷോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോസസ്സർ കിടക്കുമ്പോൾ ചിലപ്പോൾ അത് ഷോർട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പ്രോസസ്സർ റിമൂവ് ചെയ്യുകയാണ്. അത് പ്രോസസ്സറിൻ്റെ തന്നെ ഓംസാണ്. അപ്പോൾ ആ ഭാഗത്ത് ഷോർട്ടില്ല. അത് നമ്മൾ ഓരോ കോയിലുകളായിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്ന് നോക്കുകയാണ്. 5 വോൾട്ട്,
3 വോൾട്ട്, റാം വോൾട്ടേജ്, അതുപോലെ വീക്കോർ വോൾട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രാഥമികമായിട്ട് ഷോർട്ടോ മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നോക്കാം, നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ബോർഡ് നല്ല വിശദമായിട്ടുള്ള ഇത് ചെക്കപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇതിനകത്ത് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും ലാൻ വരുന്നത്, ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇതാ കണ്ടോ ആർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ. അതായത് ലാൻ വഴി ഹൈ വോൾട്ടേജ് ഇടിമിന്നൽ, ലൈറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഇടിമിന്നലോ എന്തെങ്കിലും അടിക്കുമ്പോഴാണ് ഇങ്ങനെ ആർക്കിങ് കണ്ടിട്ടുള്ളത്. ആർക്ക് ചെയ്ത് നമ്മുടെ ഈ ലാൻ ചിപ്പ് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ചെയ്യാൻ പോകുന്നത് ലാൻ ചിപ്പിനെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് അവിടെ കൊണ്ട് തീർന്നോ, അവിടെ കൊണ്ട് തീരാതെ ഇനി മെയിൻ ചിപ്പുകളെ ബാധിക്കപ്പെട്ടോ, PCHനെയൊക്കെ ബാധിക്കപ്പെട്ടെങ്കിൽ പിന്നെ നമുക്ക് റിപ്പയറബിൾ അല്ല. PCH ഒക്കെ മാറുക എന്ന് പറയുന്നത് BG ലെവലിൽ നമുക്ക് ചെയ്യണം. കസ്റ്റമേഴ്സിന് അത് ബില്ലിങ് ആവാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോർഡ് ഫുള്ളായിട്ട് മാറേണ്ടി വരും. ഇവിടെ കൊണ്ട് തീരുകയാണെങ്കിൽ നമ്മൾ ഈ ലാൻ ചിപ്പ് റിമൂവ് ചെയ്തിട്ട് പുതിയ ലാൻ ചിപ്പ് ഇട്ട് അവിടെ എന്തൊക്കെ കമ്പോണൻറ്റ് പോയിട്ടുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്യുമ്പോഴേക്ക് സാധനം അപ്പാവണം. ഇപ്പോൾ ഓൾറെഡി പ്രൊട്ടക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യുമ്പം ഈ LED കത്തിയിട്ട് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മളിത് ഈ IC മാറുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിപ്പ് ലെവലിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് ഫ്ലക്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഫ്ലക്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാൻ ചിപ്പ് റിമൂവ് ചെയ്തായിരുന്നു. അതിനുശേഷം പവർ കണക്ട് ചെയ്ത് നോക്കുകയാണ്. കണക്ട് ചെയ്തു. ജസ്റ്റ് ഇവിടെ റീഡിങ് കാണിക്കുന്നത് കാണാം. നമ്മൾ പവർ ഓൺ ചെയ്യാണ്. പവർ ഓൺ ചെയ്തു. ഇതാ ആംബിയർ ജസ്റ്റ് എടുത്തിട്ട് പോകുന്നതാണ്. ഒരു ബീപ്പും കേൾക്കുന്നതാണ്. അതായത് സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.